നമസ്കാരം. ഔട്ട് ഓഫ് ബോക്സിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പള്ളി കമ്മിറ്റിക്കാർ കാത്തിരിക്കണം. കാരണം എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും കോടതിയിൽ നിന്നൊരു നോട്ടീസ് വരും. ആ നോട്ടീസിന് കാരണമാകുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ഈ പള്ളി പണ്ട് ഒരു ക്ഷേത്രമായിരുന്നു എന്നോ അല്ലെങ്കിൽ അവിടെ അത് ഇനി ക്ഷേത്രമാക്കി മാറ്റണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ഏതെങ്കിലും കോടതിയിൽ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ ദിനേന എന്നോണം ഓരോ പള്ളികൾക്കും, അതായത് വളരെ പൗരാണികമായ പള്ളികൾക്കൊക്കെ അത്തരത്തിലുള്ള നോട്ടീസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി അജ്മീർ ദർഗയ്ക്കാണ് അങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഒരു വ്യക്തി അവിടെ ഒരു ക്ഷേത്രമായിരുന്നുവെന്നും അത് ക്ഷേത്രമായി പരിവർത്തനം ചെയ്യണമെന്നും അവിടെ ഇനി ഇപ്പോൾ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നിർത്തിവെക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നു. കോടതി വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കമ്മിറ്റിക്കാർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നു. കുറച്ച് ദിവസം മുമ്പാണ് സംഭലിലെ ഷാഹി ജമാ മസ്ജിദിനും ഇതുപോലെയുള്ള ഒരു കോടതി നടപടി ഉണ്ടാവുകയും അവിടെ സർവേക്ക് ആളുകൾ എത്തുകയും ഉദ്യോഗസ്ഥരെത്തുകയും അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും 5ഓളം ആളുകൾ മരണപ്പെടുകയും ചെയ്തത്. അതിനു മുമ്പും പല പള്ളികളിലും പല ചരിത്ര മോണുമെൻറ്റ്സിലുമൊക്കെ ഇത്തരത്തിലുള്ള നോട്ടീസുകളും സർവേകളുമൊക്കെ നടക്കുന്നതായും നടക്കാൻ തുടങ്ങുന്നതുമായൊക്കെ നമുക്കറിയാം. നാസർക്ക, ഇത് വല്ലാത്തൊരവസ്ഥയാണല്ലോ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഇത്തരം പള്ളികൾക്കും ചരിത്ര സ്മാരകങ്ങൾക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോവുക? ഇതുണ്ടല്ലോ, ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ ഇപ്പം ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന അജ്മീർ ദർഗ ഷെരീഫിൻ്റെ കാര്യത്തിലുണ്ടായത്, അത് ഈ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല എന്നും ഇനി തുടർച്ചയായിട്ട് വരാനുള്ളതാണെന്നും തുടർച്ചയായിട്ട് ഇതിങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ പേരിൽ മറ്റെന്തോ വരാനുണ്ട് എന്നും സൂചിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ പരാതി കൊടുത്ത ആളെപ്പറ്റി ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു വ്യക്തിയല്ല അത്. ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ പേര് വിഷ്ണുഗുപ്ത എന്നാണ്. ഈ ഹിന്ദു സേന എന്ന് പറഞ്ഞൊരു സംഘടന, അത് 2011 ഉണ്ടാക്കിയ സംഘടനയാണ്. 2011 ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിനുശേഷം ഈ വിഷ്ണുഗുപ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2015 നമ്മുടെ ബീഫ് വിളമ്പുന്നു എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലെ കേരള ഹൗസിൻ്റെ ക്യാൻറ്റീനിൽ ബഹളം ഉണ്ടാക്കിയത് ഈ കക്ഷിയാണ്, ഈ ഗുപ്ത. അതിൽ ഇയാൾ പ്രതിയാണ്, ഇയാൾ നേരിട്ടിട്ടാണ്. അസദുദ്ദീൻ ഉവൈസിയുടെ ഡൽഹിയിലെ വീട് ആക്രമിച്ചതിൽ മൂപ്പർ പ്രതിയാണ്. അങ്ങനെ ഡൽഹി നഗരത്തിൽ ഈ ചെറിയ ചെറിയ ഹിന്ദു സംഘടനകൾ ഉണ്ടാക്കുന്ന എന്ത് തരം ആൾക്കൂട്ടമുണ്ടാകുന്ന എന്ത് തരം പ്രകടനങ്ങൾക്കും എന്ത് തരം അക്രമങ്ങളിലും പ്രതിയാകുന്ന പ്രതിയായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. ഇങ്ങനത്തെ ഒരാൾ പോയിട്ടാണ് ഇതിനെതിരെ പരാതി കൊടുക്കുന്നത്. ഇതിൻ്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അജ്മീർ ദർഗ ഷെരീഫിനെതിരെ പരാതി കൊടുക്കുക. അജ്മീർ ദർഗ ഷെരീഫ് എന്താണെന്ന് കൂടെ ആലോചിച്ച് നോക്കണം. 1236 ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി അന്തരിക്കുന്നത്. 1236 മാർച്ചിലാണ് മൂപ്പർ അന്തരിക്കുന്നത്. അത് തൊട്ട് ഈ പറയുന്ന 2024 നവംബർ വരെ ഡിസ്പ്യൂട്ട് ഇല്ലാതെ നിൽക്കുന്ന ഇതാണത്. 800ഓളം വർഷം. തന്നെയുമല്ല, അവിടെ ഇപ്പം അടുത്ത ജനുവരി മാസത്തിൽ അവിടെ ഇത് നടക്കാൻ പോവാണ്, ഉറൂസ് നടക്കാൻ പോവാണ്. ജനുവരി മാസത്തിലാണ് അവിടെ ഉറൂസ്. ഈ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ദർഗയുടെ ഉറൂസിൻ്റെ അല്ലെങ്കിൽ അജ്മീർ ദർഗയിലെ ഉറൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെല്ലാവരും അങ്ങോട്ടേക്ക് ഇത് തുടങ്ങുന്ന ദിവസം ഈ ഇതിൻ്റെ മുകളിൽ ജാറത്തിൻ്റെ മുകളിൽ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചാദർ കൊടുത്തയക്കാറുണ്ട് എല്ലാ പ്രധാനമന്ത്രിമാരെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, വി പി സിംഗ് പോലത്തെ ആൾക്കാർ മാത്രമൊന്നുമല്ല, അടൽ ബിഹാരി വാജ്പേയിയും നരേന്ദ്രമോദിയും അടക്കം. നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം കൊടുത്തയച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ വർഷം ജനുവരിയിൽ ഈ വർഷം 2024 ജനുവരി 11 അത് സംബന്ധിച്ച വാർത്ത വന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നരേന്ദ്രമോദി തന്നെയാണ് ഇത് ആദ്യമായിട്ട് ഇതിങ്ങനെ കുറേ ആൾക്കാരെ മുമ്പിൽ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ മൂപ്പരെ ട്വിറ്ററിൽ ഇട്ടിരുന്നത്, ഞാനിത് കൊടുത്തയച്ചു എന്നും പറഞ്ഞിട്ട്. ഒരു മഞ്ഞ ചാദറായിരുന്നു കഴിഞ്ഞ വർഷം പച്ചക്കരയുള്ള മഞ്ഞ ചാദറായിരുന്നു കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി കൊടുത്തയച്ചത്. അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലൊരു ഡിസ്പ്യൂട്ടിനോ തർക്കത്തിനോ വിദൂര സാധ്യതയെങ്കിലും ഉള്ളൊരു സംഗതിയാണെങ്കിൽ നരേന്ദ്രമോദി അത് ചെയ്യുമായിരുന്നോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനത്തെ ഒരു സാധ്യത ഉള്ളൊരു സംഗതിയാണെങ്കിൽ അത് ഏറ്റവും ആദ്യം ഉപയോഗിക്കാൻ നോക്കുന്ന ഒരാൾ എന്നല്ല ആൾക്ക്. പക്ഷേ എന്നിട്ടും ഇത് സംഭവിക്കുന്നു.
ഇപ്പം എനിക്ക് അതിലുള്ള നമ്മളതിൽ മനസ്സിലാക്കേണ്ട രണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ അവരുടെ ഈ ഹിന്ദുത്വ ശക്തികളുടെ കയ്യിലുള്ള അവരെ അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് അവർ കയ്യിലുള്ള വലിയൊരു ലിസ്റ്റ് ഉണ്ടെന്ന് നമ്മളിതിന് മുമ്പ് തന്നെ കേട്ടുകയും പല തവണയായിട്ട് അത് പുറത്തു വരികയൊക്കെ ചേർത്തത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അതല്ല. ഈ അജ്മീർ ദർഗ ഷരീഫ് എന്ന് പറഞ്ഞാൽ നമ്മളിത്ര പറഞ്ഞല്ലോ 800 വർഷത്തിലേറെയായിട്ട് ഇന്ത്യയിലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലുള്ള ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആൾക്കാരും പോകുന്നൊരു സർവ്വ അംഗീകൃതമായ ഒരു സ്ഥലമാണ്. ഇത്തരം സ്ഥലങ്ങളുണ്ടല്ലോ ഒരു ഹിന്ദു മുസ്ലിം മൈത്രിയുടെ അല്ലെങ്കിൽ എല്ലാവരും ആരുടേതാണെന്ന് പ്രത്യേകിച്ച് അവകാശമില്ലാതെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഭവം അതാണ് നമ്മളുടെ പിന്നെ ഈ ശബരിമലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിന്നെ ശബരിമലയിലെ ഈ പിന്നെ ബാബർ സ്വാമിയെ ഏറ്റവും കൂടുതൽ അവിടെ ആരാധിക്കുന്നതും ആപ്പാട് അങ്ങോട്ട് പോകുന്നതും ആരാധിക്കുന്നതും ഒക്കെ ഹിന്ദുക്കളായ ആൾക്കാർ. ആരാധിക്കല്ല, അവിടെ ചെല്ലുന്നതും അവിടെ ആദരവ് അർപ്പിക്കുന്നതും അവിടെ നേർച്ച കൊടുക്കുന്നതും ഒക്കെ ഹിന്ദുക്കളായ ആൾക്കാരാണ്. ഇങ്ങനെ ഈ സർവ്വ അംഗീകൃതമായ ഒരു മൈത്രിയുടെ തെളിവായിട്ട് നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളൊരു പ്രശ്നം ഇതിലുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. രണ്ട്, ഈ പറഞ്ഞ പ്രശ്നം ഇതൊരു ഹിന്ദു സഭയുടെ മാത്രമോ അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത എന്ന് പറഞ്ഞൊരു കക്ഷിയുടേത് മാത്രമോ ആണെന്ന് ഇന്നലെ രാത്രി വരെ തോന്നിയിരുന്നെങ്കിൽ ഇന്നിപ്പം പിന്നെ BJPയുടെ ഡൽഹി പിന്നെ യൂണിറ്റ് പ്രസിഡന്റ് തന്നെ ഇത് സ്വാഗതം ചെയ്യുകയും ഈ സംഗതി അടിയന്തരമായിട്ട് ഇതിൻ്റെ ബാക്കി നടപടികൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡൽഹി BJP സാധനം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഇതൊരു ചില്ലറ സംഗതിയല്ല. ഇതൊരു കലാപത്തിന് കാരണം അന്വേഷിക്കുന്ന ഒരു ഇത്തരം പിന്നെ സ്ഥലങ്ങളിലേക്ക് കണ്ണുവെച്ച് കാത്തിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. അജിംസ് എന്ത് തോന്നുന്നു? ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതാണ് ഈ സമ്പൽ ഇഷ്യൂ വന്നപ്പോൾ അതിനു മുമ്പ് ഇവരുടെ അവകാശവാദം ഉന്നയിച്ച പള്ളികളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ അവസ്ഥ എങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നത്? ധാരാളം ഡോക്യുമെൻ്ററികൾ തയ്യാറാക്കേണ്ടി വരും, ദിവസം ഔട്ട് ഓഫ് ഫോക്സിൽ ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടാവും. അത് വരാൻ പോവുകയാണ്. അത്തരം ഒരു പണിയാണ് നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചെയ്തു വെച്ചിട്ട് റിട്ടയർ ആയത്. നമ്മളന്ന് പറഞ്ഞതാണ്. ഈ ഹർജിക്കാരൻ ഈ കോടതിയിൽ പോയിട്ട് കോടതിയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ ദർഗയ്ക്ക് അടിയിലൊരു ക്ഷേത്രമുണ്ട്, അത് തകർന്നു കിടക്കുകയാണ്. പിന്നെ ഒരു സെല്ലാറിനകത്തൊരു ശിവലിംഗമുണ്ട്. 50 വർഷം മുമ്പ് വരെ അവിടെ ഒരു ബ്രാഹ്മണൻ പൂജ നടത്തുമായിരുന്നു. നാട്ടുകാർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏത് 50 വർഷം മുമ്പ് വരെ പറഞ്ഞു കേൾക്കുന്നുണ്ട് നാട്ടുകാർ, അവിടുത്തെ ലോക്കൽ ആളുകൾ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഹർബിലാസ് സാർദ എന്ന് പറയുന്ന ആളുകൾ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹർബിലാസ് സാർദ ഈ അജ്മീറുകാരനാണ്. ബ്രിട്ടീഷ് കാലത്തെ ഒരു ജഡ്ജായിരുന്നു, ഒരു സിവിൽ സർവൻ്റൊക്കെ ആയിട്ട് ഒരു പണ്ഡിതനായ മനുഷ്യനാണ്, ഓക്സ്ഫോർഡിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഹർബിലാസ് സാർദയുടെ പേരിൽ അജ്മീറിലൊരു റോഡുണ്ട്. അയാൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ കാര്യം. ഇത് അമ്പലം പളിച്ചാണ് ഈ ദർഗ ഉണ്ടാക്കിയെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ എവിഡൻറ്റ്. ഒരു ആരോപണ ക്ലെയിം ഉന്നയിക്കുമ്പോൾ അയാൾ ഹർജിയിൽ പറയുന്ന ഒരു കാര്യം ഹർബിലാസ് സാർദ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അജ്മീർ ഹിസ്റ്ററി ആൻഡ് ഡിസ്ട്രിക്ട് ആ പുസ്തകം. അപ്പോൾ ആ ഹർജിയിൽ പറയുന്ന കാര്യം ഇതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ പുസ്തകം ഒന്ന് വായിച്ചോളാം എന്ന് പറഞ്ഞാൽ ആ പുസ്തകം മുഴുവൻ അരിച്ചോർക്കി വായിച്ചു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്. അതിലെവിടെ അങ്ങനെ അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം അജ്മീറിൻ്റെ പൗരാണിക ചരിത്രം മുതൽ ആ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അതൊരു സ്കോളർലി ബുക്കാണെന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ റെഫറൻസസ് ഒക്കെ വളരെ ദുർബലമാണ്. പല കാര്യങ്ങളും ഇപ്പോൾ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരൊക്കെ ഉദ്ധരിച്ച് കൊടുക്കുന്നുണ്ടെന്നല്ലാതെ ഒരു സ്കോളർലി ലെവലിലൊരു ഹിസ്റ്റോറിയൽ ടെക്സ്റ്റ് അല്ലാതെ എങ്കിൽ പോലും ഈ പൃഥ്വിരാജ് ചൗഹാൻ്റെ കാലം മുതൽ അജ്മീറിൻ്റെ പേര് അജയ് മേരു എന്നായിരുന്നു. അതൊക്കെ പറയുന്നുണ്ട്, അത് ഇവരും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഹർജിക്കാരും പറയുന്നുണ്ട് അജയ് മേരു എന്നാണ് പേര്. അത് ശരിയാണ്. അജയ് മേരു എന്ന പേര് അജ്മീറിനായിട്ട് നമ്മൾ തൃശ്ശൂരാവുന്ന പോലെ ആയതാണ്. ഓക്കെ, അതൊക്കെയാണ് ഇവർ ഇതിന് ക്ലെയിമായിട്ട് പറയുന്നത്. പക്ഷേ ഈ പുസ്തകം ഒരു മെറ്റീരിയൽ എവിഡൻ്റ് ആണല്ലോ. ഞാൻ ഈ പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ അജ്മീർ പല കാലങ്ങളിൽ ഭരിച്ച, ഇപ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ്റെ കാലത്താവട്ടെ, അതിനുശേഷം ഷഹാബുദ്ദീൻ മുഹമ്മദ് ഗോറി ഇൻവൈഡ് ചെയ്ത് പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കീഴിലാവുന്നു. പിന്നീട് മുഗൾ രാജാക്കന്മാരിലേക്ക് ഈ ഭരണം വരുന്നു. അപ്പോൾ ഈ അജ്മീർ ദർഗ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഹുമയൂണിൻ്റെ കാലത്ത് മുതൽ ഈ ദർഗ നിർമ്മാണം തുടങ്ങി അത് അവസാനിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അത് പല ഘട്ടങ്ങളിലായിട്ട് പണിത ഒരു ദർഗയാണ് അജ്മീർ ദർഗ. ഈ പുസ്തകത്തിൽ തന്നെ ഇദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ദർഗയുടെ ബഹുഭൂരിഭാഗവും പണിത് അജ്മീറിലെ ഹിന്ദുക്കളാണ് എന്നാണ്. അവരാണത് പണി കഴിപ്പിച്ചത്, ഹിന്ദു രാജാക്കന്മാരും ഒക്കെയാണത് പണി കഴിപ്പിച്ചത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളത് മനസ്സിലാക്കണേ, ആരുടെ ടോംബാണത്, ആരുടെ ദർഗയാണ്. ഈ ഖാജ ഗരീബ് നവാസ് എന്നറിയപ്പെടുന്ന മൊയ്നുദ്ദീൻ ചിസ്തി. ഗരീബ് നവാസ് എന്ന് വെച്ചാൽ ഹിന്ദിയിൽ ദരിദ്രർ എന്നാണ്. ദരിദ്രരുടെ ആശ്രയമാണ് അദ്ദേഹം. അദ്ദേഹം ഒരു സൂഫി വര്യനാണ്. ചിസ്തി തരീക്കത്ത്, സൂഫി ധാരയിലെ ചിസ്തി തരീക്കത്തിൻ്റെ വക്താവാണ് അദ്ദേഹം. ഇന്ത്യയിൽ എങ്ങനെയാണ് ഇസ്ലാം മതം പ്രചരിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ചിസ്തി തരീക്കത്തിന് അതിലൊരു നിർണായക പങ്കുണ്ട്. പൊതുവെ ഇസ്ലാമിനെ പറ്റി ഇസ്ലാമിൻ്റെ വിമർശകർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം അത് ആയുധം കൊണ്ട് പ്രചരിച്ചൊരു മതമാണെന്നാണ്.
പക്ഷേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അത് അങ്ങനെയല്ല. അത് പ്രചരിച്ചത് രാജാക്കന്മാരിലൂടെയല്ല, പകരം ഈ സൂഫി വര്യന്മാരിലൂടെയാണ്. എന്തുകൊണ്ടാണ് ഈ മൊയ്നുദ്ദീൻ ചിസ്തിയെ ഈ ഗരീബ് നവാസ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പോയിട്ട് ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ പോയിട്ട്, വിശക്കുന്ന മനുഷ്യന് മുമ്പിൽ പോയിട്ട് മതം കുത്തിക്കയറ്റുമായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. വിശക്കുന്നവൻ്റെ വായിൽ മതം കുത്തിക്കയറ്റുമല്ല ചെയ്തത്, അദ്ദേഹം ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ദിവ്യൻ എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹം ആകാശത്ത് കൈ ഉയർത്തിയൊക്കെ ഭക്ഷണം എടുത്തു കൊടുക്കും വിശക്കുന്നവന്. അപ്പോൾ ഇവരെ ദിവ്യനായിട്ട് ആളുകൾ കാണും. അങ്ങനെയാണ് അദ്ദേഹത്തിന് അനുയായികളുണ്ടായത്. പിന്നെ ഈ ഉത്തരേന്ത്യയിലെ ദിവ്യന്മാർ, അതിപ്പോൾ ഈ സൂഫി ദിവ്യന്മാരായാലും ഹിന്ദു സെയിൻസ് ആയാലും അവർക്ക് ജാതി മത ഭേദമന്യേ അനുയായികളുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഷിർദി സായിബാബ. ഷിർദി എന്ന് പറഞ്ഞ സ്ഥലം ഈ മഹാരാഷ്ട്രയിലെ സ്ഥലമാണ്. അദ്ദേഹം സംസാരിക്കില്ലായിരുന്നു, ഒരു മൗനി ബാബയായിരുന്നു. അദ്ദേഹം ആരോടും സംസാരിക്കില്ല. അദ്ദേഹം മുസ്ലിമാണെന്ന് വരെ ആരോപണം. അത് മുസ്ലിങ്ങൾ അദ്ദേഹം മുസ്ലിമാണെന്നും ഹിന്ദുക്കൾ ഹിന്ദുവാണെന്നും ക്രിസ്ത്യാനിയാണെന്ന് പോലും പറയുന്നുണ്ട് ചിലർ. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു പറയുന്നവരുണ്ട്. സായി എന്ന് തിരിച്ചിട്ടാൽ ഈസ എന്നൊക്കെ വാദിക്കുന്ന ആൾക്കാർ ഉത്തരേന്ത്യയിലുണ്ട്. അപ്പോൾ അദ്ദേഹം ആരോടും സംസാരിക്കില്ല. അദ്ദേഹം ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ സബ് ഏക് ഹേ എന്നാണ് അതിൻ്റെ അർത്ഥം, എല്ലാം ഒന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ ഷിർദി സായിയെ അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ അനുയായികളുണ്ട്. അതുപോലെ ഒരു മനുഷ്യനായിരുന്നു ഈ ഖാജ ഗരീബ് നവാസ് എന്ന മൊയ്നുദ്ദീൻ ചിസ്തി. അപ്പോൾ അങ്ങനെയാണ് അവിടെ ആ മേഖലയിൽ ഇസ്ലാം, പ്രത്യേകിച്ചും രാജസ്ഥാൻ്റെയും ഹരിയാനയുടെയും മേഖലയിൽ, നമ്മൾ മേവാത്ത് റീജിയൻ എന്നൊക്കെ പറയുമല്ലോ, ഈ മേഖലയിൽ മുസ്ലിങ്ങൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ ഗരീബ് നവാസിൻ്റെയൊക്കെ പാരമ്പര്യത്തിൽ സൂഫി ധാരയിലൂടെ ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ് അവർ അമ്പലത്തിലും പോവും, പള്ളിയിലും പോവും. അവരുടെ വീട്ടിൽ കൃഷ്ണനെയും രാമനെയും ആരാധിക്കും. വെള്ളിയാഴ്ച അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ മനുഷ്യന്മാരുള്ള സ്ഥലമാണ്. അവിടുത്തെ ഹിന്ദുക്കളുടെ പ്രത്യേകത എന്താണ്? അവർ അമ്പലത്തിൽ പോകുന്ന പോലെ തന്നെ ദർഗയിലും പോകും. അപ്പോൾ ഇത് ഒരു ഇന്ത്യയുടെ ഒരു യൂണിക്കായിട്ടുള്ളൊരു മതപാരമ്പര്യമാണ്. ഇന്ത്യയുടെ പ്രത്യേകിച്ചും ഈ രാജസ്ഥാൻ്റെയും ഹരിയാന മേഖലയിലെ യൂണിക്കായിട്ടുള്ളൊരു മതപാരമ്പര്യമാണ്. അപ്പോൾ ഇത്രയും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായി. ഇപ്പോൾ നമ്മൾ ബാബരി മസ്ജിദിൽ പ്രശ്നമുണ്ടായി, ഗ്യാൻവാപ്പിയിൽ പ്രശ്നമുണ്ടായി, ക്ലെയിം ഉന്നയിച്ചു, കാശി, മഥുര, അങ്ങനെ കുറേ അധികം പേരുകൾ പറഞ്ഞു. ഈ അജ്മീർ ദർഗ ഈ ലിസ്റ്റിലില്ല. ഇല്ല. ഒരിക്കലും RSSൻ്റെയോ VHPയുടെയോ എന്താണ് കാശി, മധുര, ബാക്കി ഹേ എന്ന് പറയുന്ന 3000 പള്ളികളുടെ ലിസ്റ്റിൽ ഒരിക്കലും ഈ അജ്മീർ ദർഗ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ അജ്മീർ ദർഗയെ സംഘപരിവാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, 2007 ഈ അജ്മീർ ദർഗയിൽ ഒരു സ്ഫോടനം ഉണ്ടായി. അതായത് ഒരു റമദാൻ മാസത്തിൻ്റെ സമയമാണ്. ആളുകൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ബോംബ് പൊട്ടി, ഒരു 3 പേർ മരിക്കുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ, ഈ 2007 എന്ന് പറഞ്ഞാൽ 2001 മുതൽ ഇങ്ങനെ തുടർച്ചയായിട്ട് രാജ്യത്ത് പല ആരാധനാലയങ്ങളിലും പള്ളികളിലും സ്കൂളുകളിലും ബസ്സുകളിലും ട്രെയിനുകളിലൊക്കെ ബോംബ് പൊട്ടിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്. പക്ഷെ അജ്മീറിൽ ബോംബ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ആളുകൾ സംശയം, എന്തിനാണ് അവിടെയൊക്കെ പൊട്ടിക്കുന്നത്? കാരണം ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത, ഒരു തരത്തിലും എന്താണ് നമ്മൾ ഫണ്ടമെൻ്റലിസം എന്നൊക്കെ പറയുന്ന മതങ്ങളുടെ ഫണ്ടമെൻ്റലിസത്തിന് ഒരു തരത്തിലും വഴങ്ങാത്തൊരു ഇടമാണ് അജ്മീർ. കാരണം അത് ഒരു തരത്തിലും ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള പൂജാവിധികളെയോ പ്രത്യേക രീതിയിലുള്ള ആരാധനാക്രമങ്ങളെയോ പിന്തുടരുന്നതല്ല. അത്രമാത്രം ലിബറലായിട്ടുള്ള, എല്ലാ മനുഷ്യർക്കും ആക്സസിബിൾ ആയിട്ടുള്ള, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നൊരു ആരാധനാലയമാണ് അജ്മീർ ദർഗ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് ബോംബ് പൊട്ടിക്കുന്ന ആരായിരിക്കും? അപ്പോൾ അന്ന് ആളുകൾ മാധ്യമങ്ങളിൽ വാർത്ത ചെയ്ത് ഇത് സലഫി വഹാബി ധാരയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റ് ആണല്ലോ, അത് പെട്ടെന്ന് ആ ജഡ്ജ്മെൻറ്റിലെത്തും. പക്ഷേ ഇത് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സ്വാമി അസീമാനന്ദ പിടിയിലാവുന്നു. അദ്ദേഹത്തിൻ്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് മുന്നിലും അറിയുകയും ചെയ്യുന്നു. ഈ ബോംബ് സ്ഫോടനമല്ല, ഹൈദരാബാദിലും അഹമ്മദാബാദിലും അജ്മീറിലും ഒക്കെ പൊട്ടിച്ചത് ഞങ്ങളാണെന്ന് അദ്ദേഹം പറയുകയും, അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി 3 RSSകാർ, അതിലൊരാൾ മലയാളി കൂടിയാണ് കേട്ടോ, അതിൽ പ്രതിയേർക്കപ്പെട്ട ഒരാൾ ഒരു സുരേഷ് നായർ വടകരക്കാരനാണ്, RSS പ്രചാരകനാണ്. 3 RSS പ്രചാരകരെ അറസ്റ്റ് ചെയ്തു. 2018 അവരെ ജീവപര്യന്തം തടവിന് വിധിച്ചു. അപ്പോൾ RSSനെ സംബന്ധിച്ച് ഒരു മൈത്രി കേന്ദ്രം എന്നുള്ളത് അവർക്ക് അംഗീകരിക്കാനേ കഴിയില്ല. അതിപ്പോൾ ശബരിമലയായാലും ശരി, അത് അജ്മീർ ദർഗയായാലും ശരി, RSSനെ സംബന്ധിച്ച് മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന, ജാതി മത ഭേദഭാവങ്ങളില്ലാതെ മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം എന്നുള്ളത് RSSന് ചിന്തിക്കാനേ കഴിയില്ല എന്നൊരു ഉദാഹരണമാണ് അജ്മീർ ദർഗയിൽ കൊണ്ടുപോയി ബോംബ് വെച്ചത്. അപ്പോൾ മക്കാ മസ്ജിദിൽ കൊണ്ടുപോയി ബോംബ് വെച്ച് അത് നമുക്ക് മനസ്സിലാക്കാം. മക്കാ മസ്ജിദിൽ ജുമാ നടക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി ബോംബ് വെച്ചാൽ അവരുടെ ശത്രുക്കളിൽപ്പെട്ട ആളുകളാണ് കൊല്ലപ്പെടുക എന്നറിയാം. ഇതങ്ങനെയല്ല. ദർഗയിൽ ബോംബ് വെച്ച് കഴിഞ്ഞാൽ സകല ജാതി മതസ്ഥ ആൾക്കാരാണ് കൊല്ലപ്പെടുന്നത്. അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഉദാഹരണമായിരുന്നു അത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ക്ലെയിം ചെയ്യപ്പെടുന്നത് എന്താണ്? ഇവിടെ എന്തോ ഒരു ക്ഷേത്രമുണ്ട് എന്നാണ്. അതിന് ആ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്ന പുസ്തകം എഴുതി, ആ പുസ്തകം എവിടെ പരിശോധിച്ചാലും അവിടെ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാണ് അമ്പലം പണിത് എന്ന് ഒരിടത്തും സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ഒരു ഇൻവേഡർ എന്ന നിലയിൽ മുഹമ്മദ് ഗോറി അവിടെ വരുമ്പോൾ ഈ പറയുന്ന ഹർബിലാസ് സർദ പോലും ചൂണ്ടിക്കാട്ടുന്ന അവിടെ ആകെ പൊളിച്ചത് ഒരു കോളേജ് എന്നൊരു വിദ്യാലയമായിരിക്കാം. ഒരു പേര് ഹിന്ദിയിൽ പറഞ്ഞാൽ സരസ്വതി
മന്ദിർ എന്നാണ്. ഒരു കോളേജ് അതുകൊണ്ട് ഇനി മന്ദിരായി. ഒരു കോളേജ് പൊളിച്ചിട്ട് അവിടെ അവരുടെ പള്ളി പണിതിട്ടുണ്ടെന്ന് അയാൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം റെഫറൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതിങ്ങനെ പാസീവായിട്ട് പറഞ്ഞു പോവുകയാണ്. അതല്ലാതെ ദർഗ നിർമ്മിച്ചത് ഇങ്ങനെയാണെന്ന് ആ പുസ്തകത്തിൽ എവിടെയും ഇല്ല. അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടുമായിരുന്നു. അതിൻ്റെ കാരണം ഹർബില സാദ എന്ന് പറഞ്ഞാൽ ആര്യ സമാജത്തിൻ്റെ പ്രവർത്തനം കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ചൂണ്ടിക്കാട്ടാം. ആര്യ സമാജത്തിൻ്റെ പ്രവർത്തന നിലയിൽ അങ്ങനെ ക്ഷേത്രം പണിതാണ് അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല എന്നിരിക്കെ ഇങ്ങനെ ഇല്ലാത്ത ഒരു പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഹർജി കൊടുത്തത്. ഈ പുസ്തകം പോലും വായിച്ചു നോക്കാതെ ഈ ജഡ്ജി എന്ത് ചെയ്യാണ്? നോട്ടീസ് അയക്കുകയാണ് കക്ഷികൾക്ക്. ഇതാണ് പുതിയ ഇന്ത്യ. ഇതിന് ഈ ഭൂതത്തെ ഈ കുടം തുറന്നു വിട്ടത് ദൗർഭാഗ്യവശാൽ നമ്മുടെ പഴയ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഇത് അജ്മീറിൽ അവസാനിക്കില്ല. അത് എവിടെ വരെ ചെന്നെത്തുന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതൊക്കെ പള്ളികൾ, ഏതൊക്കെ ആരാധനാലയങ്ങൾ, ഏതൊക്കെ ചരിത്രാവശിഷ്ടങ്ങൾ ഒക്കെ ഈ ASI വന്ന് മാന്തുമെന്ന് നമുക്ക് ചിലപ്പോൾ ഓരോ ദിവസവും എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്ന ഔട്ട് ഓഫ് ഫോക്കസിൽ പറയേണ്ടി വരും.